ഇപ്പോൾ സിനിമ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടയണം എന്നുള്ള പുറത്തുവിടുന്നത് തടയണം എന്നുള്ള നിർമ്മാതാവ് സജിമോൻ പാറയലിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനാകും. വളരെ സന്തോഷം. അങ്ങനെ കോടതി ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. കാരണം ഇതെന്തിനാണ് ഇത് പുറത്തുവിടണ്ട എന്ന് സ്റ്റേ കൊടുത്തതെന്നേ മനസ്സിലാവുന്നില്ല. കാരണം എന്തായാലും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്, ഇതിൽ ആരുടെയും പേര് വിവരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇത് പുറത്തു വന്നാൽ എന്താ പ്രശ്നം എന്നാണ് മനസ്സിലാവാത്തത്. അങ്ങനെ ഒരു സംഭവമേ നടക്കാൻ പാടില്ല എങ്കിൽ അന്ന് തന്നെ ഇവര് പറയണമായിരുന്നു സർക്കാരിനോട്, ഹേമ കമ്മീഷനേ വേണ്ട എന്ന് പറയണമായിരുന്നു. ഇതിപ്പോ ഇത്രയും പൈസയും ചെലവാക്കിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി കണ്ടെത്തിയ വിവരങ്ങൾ, അതായത് ഇപ്പൊ എന്തായാലും ഇപ്പൊ നേരത്തെ താങ്കൾ മറ്റേ റിപ്പോർട്ടറോട് ചോദിച്ചതുപോലെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതിൽ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരാൻ പറ്റില്ല. അതിന് പലതരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് കമ്മിറ്റി കണ്ടെത്തിയ ഫൈൻഡിങ്സ്, ആ ഫൈൻഡിങ്സിന്റെ റിപ്പോർട്ടായിരിക്കും തീർച്ചയായിട്ടും പുറത്തു വരുന്നത്. അതുപോലും വരരുത് എന്ന് പറയുമ്പോൾ സിനിമയ്ക്കകത്ത് ഇങ്ങനെയുള്ള പലതും നടക്കും. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല, സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ മൂടി മറച്ചിരിക്കട്ടെ എന്ന് പറയുന്നത് ഒരുതരം സ്ത്രീ വിരുദ്ധതയാണ്. ഭാഗ്യലക്ഷ്മി, ആരാണ് ഈ സജിമോൻ എന്നൊരു ചോദ്യം കൂടി വരുന്നില്ലേ? ഒരു നിർമ്മാതാവ് കോടതിയെ സമീപിക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർമ്മാതാവിനെ അറിയാമോ? ആരുടെയെങ്കിലും ബിനാമിയായി തന്നെ എത്തുകയാണോ? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വ്യക്തിപരമായിട്ട് സജിമോൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം അങ്ങനെ ഒരു നിർമ്മാതാവാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് കുറെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്താണ്. ഇത് സജിമോൻ അല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇത് സജിമോന്റെ പേരിൽ മറ്റാരോ പ്രവർത്തിക്കുകയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി ഭാഗ്യലക്ഷ്മി. ഇനിയിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഘട്ടത്തിൽ വീണ്ടും ഭാഗ്യലക്ഷ്മിയിലേക്ക് വരാം. ഏതായാലും